വി ഡി സതീശൻ MLA ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി 11 ദിവസത്തെ ചർച്ചയ്ക്കിടയിൽ മുഖ്യമന്ത്രി നോമിനിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. വി ഡി സതീശനെ നമുക്കറിയാം, പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം 2001 മുതൽ തുടർച്ചയായി പറവൂരിൽ നിന്ന് ജയിച്ചു വരികയാണ്. നല്ല ഒരു വായനക്കാരനാണ്, ധാരാളം വായിക്കും, ലോ ഗ്രാജുവേറ്റാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. അതുപോലെ തന്നെ അദ്ദേഹം ലോകത്തിൻ്റെ ഗതികൾ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. കേരളത്തിലെ രാഷ്ട്രീയം ഇതുവരെ എങ്ങനെയാണ് ഓരോ പാർട്ടികളും കളിച്ചതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. സമുദായ മത നേതാക്കന്മാരെ ആരെയും കണ്ടില്ല. ഇവിടെ അറിയാം, ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ശരി, ചില സമുദായ മത നേതാക്കന്മാരെ കൈപിടിച്ച് നടക്കും, അവരെ പോയി സന്ദർശിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഒക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ വി ഡി സതീശൻ വ്യത്യസ്തനായ ഒരു വ്യക്തിയായിരുന്നു. മത രാഷ്ട്രീയ അല്ലെങ്കിൽ മത സമുദായ നേതാക്കന്മാർക്കാർക്കും രാഷ്ട്രീയത്തിൽ കാര്യമില്ല. അവരവരുടെ സമുദായവും മതവും ഒക്കെ സംരക്ഷിച്ചോളൂ. അവരുടെ പോയി കാല് പിടിച്ച് ഇവിടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ആകേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായ ഒരു ഐഡിയോളജിയുള്ള വ്യക്തിയാണ് വി ഡി സതീശൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉള്ളവരെ ആരെയും അദ്ദേഹം കാണാൻ പോയില്ല. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പലതും നമ്മൾ കേട്ടു, അദ്ദേഹത്തിൻ്റെ വാക്സാമർത്ഥ്യം നമ്മൾ കണ്ടു, കുറിക്കുകൊള്ളുന്ന മറുപടി ഏതിനും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. അദ്ദേഹം നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം നല്ല വായനക്കാരനായതുകൊണ്ട് ലോകത്തിൻ്റെ ഗതി, രാഷ്ട്രീയത്തിൻ്റെ പോക്ക് ഇതെല്ലാം വീക്ഷിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് കാണുന്നത്. AICCയിൽ നമുക്കറിയാം, ഇദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കാൻ 11 ദിവസം ചർച്ച വേണ്ടി വന്നു. 3 പേര് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും KCയും കേരള മുഖ്യമന്ത്രി മോഹികളായിരുന്നു. എന്തായാലും പൊതുജനങ്ങൾ മുഴുവനും, ഇവിടുത്തെ ജൻസി മുഴുവനും വി ഡി സതീശൻ്റെ പിന്നിലാണ് എന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി. അദ്ദേഹം കൃത്യമായ ഒരു തീരുമാനമെടുത്തു. അതോടുകൂടി AICC അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് അവർ ചേർന്ന് നിന്നു. 3 പേർ സ്ഥാനമോഹികളായ 3 പേർക്കും മോഹഭംഗങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അവസാന നിമിഷം മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ തിരഞ്ഞെടുത്തു. വി ഡി സതീശൻ ആ തിരഞ്ഞെടുക്കുന്നത് താൻ തന്നെ ആയിരിക്കും എന്ന് ഉത്തമമായിട്ട് വിശ്വസിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം കൃത്യമായി അതിലേക്ക് നയിക്കപ്പെടും എന്ന് വിചാരമുള്ള ആളും, ഇലക്ഷൻ കൃത്യമായി പഠിക്കുകയും രാഷ്ട്രീയ ചേരിതിരിവുകൾ എങ്ങോട്ടാണെന്നൊക്കെ കൃത്യമായി നോക്കുകയും 102 സീറ്റ് തനിക്ക് തൻ്റെ പാർട്ടിക്ക് ലഭിക്കുമെന്ന് കൃത്യമായ കണക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്ര വെൽ സ്റ്റഡീഡാണ് 140 നിയോജകമണ്ഡലത്തെപ്പറ്റിയും അവിടുത്തെ വോട്ടുകളുടെ നീക്കത്തെ പറ്റിയും രാഷ്ട്രീയ ചേരിതിരിവിനെ പറ്റിയും. പക്ഷേ സ്ട്രെയിറ്റ് ഫോർവേഡായ ഗ്രൂപ്പില്ലാത്ത, ക്ലിക്കില്ലാത്ത ഒരു മനുഷ്യനെ ഇതുപോലെ ഒറ്റയ്ക്ക് നിന്ന് സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞു അവിടുത്തെ ചെറുപ്പക്കാരായ ഒഴുക്ക് തൻ്റെ പിന്നിലാക്കിയും അദ്ദേഹം വിജയശ്രീനാഥനായി നമ്മൾ കണ്ടു. ഇതുപോലൊരു സംഭവം നമ്മൾ തമിഴ്നാട്ടിലും കണ്ടു. വിജയുടെ TVK പാർട്ടി ജൻസികളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നിലും. അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയെ അധികാരമേറ്റു. ഇവിടെ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്ത ശേഷം അദ്ദേഹം ഇതുവരെയുള്ള നേതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹം ലഭിക്കാനും അവരുടെ ആശീർവാദം ലഭിക്കാനും അവരെ പോയി കാണാനും അവരെ ഉപദേശം സ്വീകരിക്കാനുമായി അദ്ദേഹം എല്ലാ സ്ഥലത്തും പോകുന്നത് നമ്മൾ കണ്ടു. അത് തുടക്കത്തിലെ പറഞ്ഞ് ഞാൻ ദൈവവിശ്വാസിയാണ്, ഈശ്വരവിശ്വാസിയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ AK ആൻ്റണിയെയും BN സുധീരനെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫിനെയും അങ്ങനെ സമൂഹത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന എല്ലാവരെയും കണ്ടു. ഇതിന് തൊട്ടു മുമ്പ് മുസ്ലിം ലീഗ് നേതാക്കന്മാരെ പാണക്കാട് പോയി കണ്ടിരുന്നു. അദ്ദേഹം മന്ത്രിയായ ശേഷം മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത്
മന്ത്രിസഭ രൂപീകരിച്ച ശേഷം ആദ്യം പാണക്കാട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയ ചിന്തയുള്ള ആൾക്കാർക്കാർക്കും മതചിന്തകൾ പാടില്ല, സമുദായ ചിന്തകൾ പാടില്ല, അവരുടെ ഇഷ്ടമനുസരിച്ച് നീങ്ങാൻ പാടില്ല. പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ട അവരുടെ ഉത്തരവാദിത്തങ്ങൾ അത് രാഷ്ട്രീയപരമായി തീരുമാനിക്കേണ്ട രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെയാണ്, അല്ലാതെ മത നേതാക്കളുമോ സമുദായ നേതാക്കളോ അല്ല. വെള്ളാപ്പള്ളി നടേശനെ പറ്റിയും നടേശനെയോ അതുപോലെ സുകുമാരൻ നായരോ NSS സുകുമാരൻ നായരോ ഏതെങ്കിലും ബിഷപ്പുമാരെയോ ഒന്നും VD സതീശൻ കാണാൻ പോയില്ല. അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞു. ആ രാഷ്ട്രീയത്തെ ഇവിടുത്തെ ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാവരും വിശ്വസിച്ചു, അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. അതുപോലെ സമൂഹത്തിലെ എല്ലാ രംഗത്തും രാഷ്ട്രീയമായി ചിന്തിക്കുന്നവർ ജാതി മത ചിന്തകൾ കൂടാതെ അദ്ദേഹത്തിനെ പിന്തുണച്ച കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ ഖജനാവ് കാലിയാണ് എന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അത്യാവശ്യത്തിന് 4,500 കോടി രൂപ ഖജനാവിൽ ഉണ്ട് എന്ന് ഭരണത്തിൽ നിന്ന് മാറിയവർ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ശരിയാണോ ഇല്ലയോ എന്നറിയില്ല. തമിഴ്നാട്ടിലെ വിജയ് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, സ്റ്റാലിൻ ഗവൺമെൻറ് ട്രഷറി വടിച്ചു നക്കി കഴുകി വൃത്തിയാക്കി ആക്കി ഉള്ള പണങ്ങൾ മുഴുവൻ എടുത്ത് പോയവരാണ് എന്ന് തുടക്കത്തിൽ പറഞ്ഞു. ധവളപത്രം ഇറക്കും ഇവിടെ ഒരു ധവളപത്രം ഇറക്കണം. കാരണം ട്രഷറിയിൽ എന്നാ ഉണ്ട്, 10 ലക്ഷം കോടിയുടെ കടമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്തെങ്കിലും മിച്ചമുണ്ടോ? അതുകൊണ്ട് VD സതീശന് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അവരുടെ രാഷ്ട്രീയപരമായി അവർ 4-5 കാര്യങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യും അധികാരത്തിൽ വന്നാൽ എന്ന് പറഞ്ഞു. ആ 5 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒന്നാമത് പറഞ്ഞു. അത് ഈ ഗവൺമെൻറ് നടപ്പാക്കേണ്ടതാണ്. മറ്റു കാര്യങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ. 5 കാര്യങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിരിക്കുന്നത് 5ഉം നടപ്പാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലെ ഒന്നാമത് സൗജന്യ യാത്ര സ്ത്രീകൾക്ക്. അതിൽ ആ യാത്ര അനുവദിച്ചില്ല എന്ന് പറഞ്ഞ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ BJP അവിടെ ഇവിടെയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം 2 ദിവസം കൊണ്ട് കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പ്രതിമാസം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. നല്ലൊരു സംഖ്യ അത് തന്നെ വരും. 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് അതും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നാണ് പറയുന്നത്. പുതിയ സംരംഭകർക്ക് പുതിയ സ്ഥാപനങ്ങളോ വ്യവസായങ്ങളോ തുടങ്ങാനായിട്ട് പലിശരഹിത വായ്പ കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ 5ാമത്തെ കാര്യം ക്ഷേമ പെൻഷൻ 3000 ആയിട്ട് വർദ്ധിപ്പിക്കും. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഇമ്മീഡിയറ്റായിട്ട് മന്ത്രിസഭ ചെയ്യേണ്ടത്. അതാണ് ഈ കേസിൻ്റെ മാൻഡേറ്റ്. അങ്ങനെയായിരുന്നു ഈ ഇലക്ഷൻ്റെ. കൂടാതെ ഒരു കാര്യം കൂടെ, 6ാമത് ആശാ വർക്കർമാർക്ക് അവർ സമരപ്പന്തലിൽ പോയി VD സതീശൻ കണ്ടതാണ്. അവിടെ ചെന്ന് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കും അധികാരത്തിൽ വന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് 5 കാര്യത്തിൻ്റെ കൂടെ 6ാമതായി അതുകൂടെ പരിഗണനയിൽ എടുക്കണം. ഇത്രയും കാര്യങ്ങൾ എടുക്കുക ചെയ്യുമ്പോൾ സാമ്പത്തികമായി അതിന് ഗവൺമെൻറ്റിന് കഴിയുമോ, ഖജനാവ് നിറയ്ക്കാൻ എന്തെല്ലാം ചെയ്യണം, അത് പറ്റി കൂടുതൽ ആലോചിക്കണം. അത് തീർച്ചയായിട്ടും അത് സാമ്പത്തിക വിദഗ്ധരെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് എങ്ങനെയാണ് ചിലവ് കുറയ്ക്കേണ്ടത്, ഏതൊക്കെ രീതിയിലും ചിലവ് കുറയ്ക്കണം. അത് തന്നെ തുടക്കത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ DGP പോലുള്ളവർ അദ്ദേഹത്തിനെ വന്ന് കണ്ടപ്പം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഒരു പൈലറ്റ് മാത്രം മതി. പിണറായി വിജയൻ സഞ്ചരിച്ച പോലെ ആംബുലൻസ് ഉൾപ്പെടെ 11 വാഹനങ്ങൾ ഒന്നിൻ്റെ പുറകെ നടക്കുന്നതും പൊതുജനങ്ങൾക്ക് ഇൻകൺവീനിയൻസ് ആവുന്നതും റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് അദ്ദേഹം യാത്ര ചെയ്യുന്നതും അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഒരു പൈലറ്റ് മാത്രം മതി വാഹനം. മുൻവശത്ത് പോകാനുള്ള അത് നടക്കില്ല എന്ന് DGP പറഞ്ഞു. കാരണം ഇദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ സെക്യൂരിറ്റിയുടെ കാര്യം സംസ്ഥാന പോലീസിനാണ്. അതിന് വലിയ റോളൊന്നും മുഖ്യമന്ത്രിക്കില്ല. അതുകൊണ്ട് മിനിമം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഒരു പൈലറ്റ് വേണം. അതുപോലെ ഒരു എസ്കോർട്ട് കൂടെ വേണം. കാരണം പിന്നിൽ നിന്ന് മുഖ്യമന്ത്രിയാണ്, ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ചില അക്രമവാസന കാണിച്ചാൽ തടയാനായിട്ടുണ്ടാകും. അപ്പം മുന്നിലും പിന്നിലും ഓരോ വണ്ടി, നടുക്ക് മുഖ്യമന്ത്രി. അതിൽ അയവ് വരുത്താൻ കഴിയില്ല. അത് പോലീസിൻ്റെ
പൊട്ടൻഷ്യൽ കൊടുക്കുന്ന VIP പൊട്ടൻഷ്യൽ കൊടുത്ത മിനിമം റിക്വയർമെൻ്റ് ആണ് ഈ പറഞ്ഞ കാര്യം. അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഏതായാലും പൈലറ്റും ഒരു എസ്കോർട്ടും ഉണ്ടാകും എന്നാണ്. ഏതായാലും നല്ല ഒരു തുടക്കം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ പോയി വീട്ടിൽ പോയി കണ്ടു. അദ്ദേഹം പഴയ മുഖ്യമന്ത്രിയാണ്. അസംബ്ലിയിലെ ഇവർ രണ്ടുപേരെ വാക്കുകൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോർക്കലൊക്കെ നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നപ്പം പ്രതിപക്ഷ നേതാവ് ആയിരുന്ന വി ഡി സതീശൻ, ഇനി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്ന കാഴ്ച കാണാം. എങ്കിലും മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ വീട്ടിൽ പോയി അദ്ദേഹം സർവ്വ ആശംസകളും നേർന്നു. എല്ലാ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു. എല്ലാ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിനെയും പിണറായി വിജയനെയും ഭാര്യയെയും മകളെയും കുടുംബാംഗങ്ങളെയെല്ലാം കണ്ടു ചായ കുടിച്ച് പോകുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ AK ആൻ്റണിയെയും അതുപോലെ VM സുധീരൻ്റെ അഡ്വൈസ് അതും നമ്മൾ കണ്ടു. PJ ജോസഫിനെ പോയി എക്സ്പീരിയൻസ് ഉള്ള വളരെ ദീർഘകാലമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള അദ്ദേഹത്തിനെ പോയി കണ്ടു. അതുപോലെ തന്നെ മറ്റ് പല നേതാക്കന്മാരെയും പോയി കണ്ടു. അവിടെ രമേശ് ചെന്നിത്തലയെ ഇപ്പോൾ സ്വല്പം അകന്ന് നിൽക്കുന്ന അദ്ദേഹത്തിനെ വീട്ടിൽ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ സഹകരണം അഭ്യർത്ഥിച്ചു. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരവും അതുപോലെ തന്നെ വാഴക്കിനെ ജോസഫ് വാഴക്കിനെ KPCC പ്രസിഡൻ്റാക്കാൻ 2 ഡിമാൻഡ് ഉള്ളതായിട്ടാണ് മനസ്സിലാകുന്നത്. അത് AICC തിങ്കളാഴ്ച സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാനുള്ള അർഹനായ വ്യക്തി തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വളരെയധികം നിരാശയുണ്ട്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. എങ്കിലും കരുണാകരൻ പോകുന്ന പോലെ അന്നേ മുതലേ കരുണാകരൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്ന വ്യക്തിയും എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർ പോയി തൊഴുതു വരുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്ന ഈ മുഖ്യമന്ത്രി പോസ്റ്റ് ലഭിക്കാതെ വന്നപ്പം അദ്ദേഹം ഗുരുവായൂർ പോയി അവിടെ പോയി ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി പരിഭവം പറഞ്ഞ് അദ്ദേഹത്തിന് അവിടുന്ന് സമാധാനം ലഭിച്ചു അദ്ദേഹം വന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇനി അടുത്ത തീരുമാനം എന്താണെന്ന് ഇദ്ദേഹം ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. നാളെ AICCയിലെ KC വേണുഗോപാലും അതുപോലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഖാർഗെയും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിയായ വിജയും അതുപോലെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയും ഇവരെല്ലാം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും തിങ്കളാഴ്ച ആ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഇന്ത്യയിലെ എല്ലാ കോൺഗ്രസ് പക്ഷത്ത് നിൽക്കുന്ന എല്ലാ മുഖ്യമന്ത്രിമാരും ഇവിടെ വന്ന് വി ഡി സതീശന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് മടങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാം.